ചേച്ചി കൊടികളൊക്കെ
ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പരവൂർ സംഗീത സഭയുടെ സെക്രട്ടറി ശ്രീ മാങ്കുളം രാജേഷ്, പ്രസിഡന്റ് ശ്രീ എസ് മണിക്കുട്ടൻ സർ, ശ്രീ പ്രേംകുമാർ സർ, ശ്രീ എൻ ദേവിദാസ് IAS, ശ്രീ എം ജയചന്ദ്രൻ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ശുദ്ധ സംഗീത ചക്രവർത്തി ദേവരാജൻ മാസ്റ്ററുടെ ജന്മം കൊണ്ട് പവിത്രമായ പരവൂരിന്റെ മണ്ണിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ രൂപീകരിച്ച പരവൂരിലെ ആദ്യത്തെ സംഗീത കൂട്ടായ്മ പരവൂർ സംഗീത സഭ. മഹാകവി KC കേശവപിള്ളയുടെയും വി കേശവനാശാന്റെയും ജന്മം കൊണ്ട് പവിത്രമായ നാട്ടിൽ ശുദ്ധ സംഗീതത്തെ മലയാളികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയ രണ്ടാം തലമുറയിൽപ്പെട്ട ദേവരാജൻ മാസ്റ്ററുടെ പേരിൽ രൂപീകരിച്ച പ്രസ്ഥാനം 2019 മുതൽ ദേവരാജൻ മാസ്റ്ററുടെ പേരിൽ പുരസ്കാരം എന്ന പരവൂരിന്റെ ചിരകാല അഭിലാഷത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു 2019. ദേവരാജൻ മാസ്റ്ററുടെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം മലയാളത്തിന്റെ മുഖശ്രീയായി ഇന്നും മലയാള ചലച്ചിത്ര തറവാട്ടിന്റെ കാർന്നവരായി നിൽക്കുന്ന ശ്രീകുമാരൻ തമ്പി സാറിനാണ് ആദ്യമായി പുരസ്കാരം ദേവരാജൻ മാസ്റ്ററുടെ പേരിൽ ഈ സദസ്സിൽ വെച്ച് കൊടുത്തത്. ആദ്യമായി മലയാള ചലച്ചിത്ര സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടുള്ള പ്രഥമ പുരസ്കാരം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ കൊണ്ടു കൊടുത്തത്. ആ പുരസ്കാരം കൊടുത്തത് ശ്രീകുമാരൻ തമ്പി സാറായിരുന്നു. നാലാമത് പുരസ്കാരം 2023 കഴിഞ്ഞ വർഷം നടത്തിയത് മലയാള ചലച്ചിത്ര രംഗങ്ങളുടെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിട്ടുള്ള ശ്രീ ഹരിഹരൻ സാറിനും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനുമായിരുന്നു. ഈ വർഷം 5ാമത് അവാർഡ് ദാന ചടങ്ങ് എത്തി നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി പരിഗണിക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആ അവാർഡിന് അർഹനായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൈകളിലേക്കാണ് 5ാമത് ദേവരാജൻ മാസ്റ്റർ പുരസ്കാര അവാർഡ് എത്തുന്നത്. കാരണം ഈ അടുത്ത സമയത്ത് എം ജയചന്ദ്രൻ സാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രകാശനം കഴിഞ്ഞു. ഇവിടെ എത്തിയിട്ടുള്ള നാം ഏറെ ബഹുമാനിക്കുന്ന മലയാളിയെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ എഴുത്തുകാരനും ഇന്ന് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ പ്രേംകുമാർ സാറിനെ ദീപപ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സംഗീതജ്ഞൻ ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയുടെ 5ാമത് പുരസ്കാര സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ വേദി, അതുപോലെ തന്നെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ നിരവധിയുള്ള സദസ്സ്, എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച സംഗീത സഭയുടെ സെക്രട്ടറി ശ്രീ മാങ്കുളം രാജേഷ്, അധ്യക്ഷൻ ശ്രീ എസ് മണിക്കുട്ടൻ, ഇവിടെ പുരസ്കാര സമർപ്പണത്തിനായിട്ട് ആദരണീയനായിട്ടുള്ള ജില്ലാ കളക്ടറുണ്ട് ശ്രീ എൻ ദേവിദാസ് IAS, പുരസ്കാര ജേതാക്കളായിട്ടുള്ള മലയാളത്തിൻ്റെ സംഗീത വിസ്മയം പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ M ജയചന്ദ്രൻ, ഈ വേദിയിൽ നമ്മൾ ഒക്കെ വളരെ ആദരവോടുകൂടി ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന മലയാള സിനിമയുടെ മഹാത്ഭുതം എന്ന് തന്നെ പറയാവുന്ന ശ്രീ ജഗതി ശ്രീകുമാർ, ഇവിടെ പ്രശസ്തി പത്രവും അതിൻ്റെ സമർപ്പണവും ശ്രീ GS ജയലാൽ ബഹുമാനപ്പെട്ട MLA അദ്ദേഹം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യപ്രഭാഷണത്തിനായി ആദരണീയനായിട്ടുള്ള ഡോക്ടർ അച്യുത് ശങ്കർ, എനിക്ക് വളരെ കുടുംബ സൗഹൃദമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. വേദിയിൽ ആശംസകൾ അർപ്പിക്കാൻ ശ്രീ നെടുങ്ങൂരം രഘു, ശ്രീ രാജേഷ് പിന്നാടൻ, ശ്രീ മധു കൊല്ലം, ശ്രീ S ശ്രീലാൽ, ശ്രീ ശ്രീഹരി MG തുടങ്ങി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ്റെ സംഗീത പരിപാടിയുണ്ട്. അതിലെ കലാകാരികളെയൊക്കെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും ഈ ഓർക്കേണ്ടത് ബന്ധം ഓർക്കാതിരിക്കുകയും ഓർക്കരുതാത്തതിന് മാത്രം ഓർത്തും ജീവിക്കുന്ന ഒരു സമൂഹമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓർമ്മകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ നിധിയാണ്. ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അസ്തിത്വം തന്നെ ഉള്ളത്. നമ്മൾ നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ ഭൂതകാലത്തിലെ കൃത്യമായ ഓർമ്മകളിലാണ്. അതിലാണ് നമ്മുടെ അസ്തിത്വം കുടികൊള്ളുന്നത്. ആ ഓർമ്മകൾ ഇല്ലെങ്കിൽ നമ്മളല്ലാതായി പോകും, നമ്മൾ ഇല്ലാതായി പോകും. അതാണ് ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ N ദേവിദാസ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭ 5ാമത് പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ പ്രശസ്തി പത്രം പുരസ്കാരം നേടിയ ശ്രീ M ജയചന്ദ്രന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. പ്രകൃതിയിലെ ഓരോ ശബ്ദവും സംഗീതമാണെങ്കിൽ കാവ്യഭാവനയുടെ കാൽപ്പനിക ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന മനോഹരമായ ഭാവത്തെ നമുക്ക് സംഗീതം എന്ന് വിളിക്കാം. സംഗീതം തൻ്റെ ജീവിതോപാസന എന്ന് തിരിച്ചറിഞ്ഞ് സ്വതസിദ്ധമായ തൻ്റെ കഴിവിനെ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് വെള്ളി വെളിച്ചം പകർന്ന അതുല്യ സംഗീത പ്രതിഭയാണ് ശ്രീ M ജയചന്ദ്രൻ. പ്രണയവും വിരഹവും ഗൃഹാതുരത്വവും ചുണ്ടിൽ മൂളുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സംഗീതമെന്ന് മലയാളിക്ക് പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ. ഭാവസാന്ദ്രമായ ഗീതങ്ങളും രാഗത്തിൻ്റെ വിശുദ്ധിയും കാവ്യഭാവനയുടെ സമൃദ്ധിയും
ലയിപ്പിച്ച് മലയാള ചലച്ചിത്രത്തിന് ഒരുപിടി ഗാനങ്ങൾ നൽകിയ സംഗീത സംവിധായകൻ. ഗുരുത്വമാണ് ഓരോ കലാകാരൻ്റെയും ഉയർച്ചയിലേക്കുള്ള പടവുകൾ എന്ന് പുതുതലമുറകൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ പകർന്നേകുന്ന കലാകാരൻ. ജന്മസാഫല്യം പോൽ ഹൃദയത്തിൽ മധുപാത്രം നിറച്ച് ആത്മാവിനെ തൊട്ടുണർത്തുന്ന മിഴികളെ ഈറനണിയിക്കുന്ന സംഗീതവുമായി എത്തിയ ഗന്ധർവ സംഗീത ചക്രവർത്തിയുടെ പ്രിയ ശിഷ്യൻ ശ്രീ എം ജയചന്ദ്രന് ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭ ഏർപ്പെടുത്തിയ 5ാമത് പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തോടൊപ്പം ഈ പ്രശസ്തി പത്രവും ആദരപൂർവ്വം സമർപ്പിക്കുന്നു. പരവൂർ PO, കൊല്ലം, 2024 നവംബർ 23. പ്രശസ്തി പത്രം നൽകുന്നതിനായി ഡോക്ടർ അച്യുത് ചന്ദ്ര സാറിനെ, ഏറ്റുവാങ്ങുന്നതിനായി എം ജയചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. പരവൂർ സംഗീത സഭയുടെ പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ പരവൂർ സംഗീത സഭ ശ്രീ എസ് മണിക്കുട്ടൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹീത നടൻ, കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ പ്രേംകുമാർ അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അനുഗ്രഹീത സംഗീതകാരൻ, ഭാവഗായകൻ കൂടിയായിട്ടുള്ള ശ്രീ എം ജയേന്ദ്രൻ, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഏറ്റവും ആദരണീയനായിട്ടുള്ള കലാകാരൻ ശ്രീ ജഗദീഷ് സിംഹ, ബഹുമാനപ്പെട്ട ചാത്തന്നൂർ MLA ശ്രീ GS ജയലാൽ, പുരസ്കാര സന്ദേശം ഇവിടെ വായിക്കുകയും സമർപ്പിക്കുകയും ചെയ്ത ആദരണീയനായിട്ടുള്ള CD ഡയറക്ടർ കൂടിയായ ഡോക്ടർ അച്യുത് ശങ്കർ സർ, ശ്രീ നെടുങ്കോലം ലഘു, ശ്രീ രാജേഷ് പിന്നാടൻ, ശ്രീ മധു കൊല്ലം, ശ്രീ S ശ്രീലാൽ, ശ്രീ ശ്രീഹരി, ശ്രീ മാങ്കുളം രാജേഷ്, ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള പല വിവിധ മേഖലകളിലും പ്രശസ്തി നേടിയിട്ടുള്ള പ്രതിഭകൾ, പ്രിയപ്പെട്ട പരവൂർ സംഗീത സഭയുടെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ദേവരാജൻ എന്ന ഗന്ധർവ സംഗീതകാരൻ്റെ പേരിലുള്ള പുരസ്കാരം അതിലേറെ പ്രശസ്തനായ, അതല്ലെങ്കിൽ ആ രീതിയിൽ പ്രശസ്തനായിട്ടുള്ള ഇന്നത്തെ തലമുറയുടെ ഏറ്റവും പ്രിയ സംഗീതകാരനും ഭാവഗായകനുമായിട്ടുള്ള ശ്രീ എം ജയേന്ദ്രൻ അവർക്ക് ഇത് നൽകാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ ഏറെ കൃതാർത്ഥനാണ്, അഭിമാനിതനാണ്. ചെറിയൊരു സങ്കടം, ഈ വേദിയിൽ ലോകം ആദരിക്കുന്ന ഒരു കലാകാരനെ കൂടി കാണാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ള ഒരു ചെറിയ ഒരു വിഷമമുണ്ട്. പക്ഷേ അത് അനിവാര്യതയാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എല്ലാവർക്കും സുഖമല്ലേ എന്നാണ്. സുഖമല്ലേ? ഒത്തിരി സ്നേഹത്തോടെ എന്നെക്കുറിച്ച് ഒരുപാട് വലിയ വലിയ വാക്കുകൾ പറഞ്ഞ, എപ്പോഴും സഹോദര തുല്യനായി ഞാൻ കാണുന്ന, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന്, മലയാള സിനിമയിലെ ഞാൻ വ്യക്തിപരമായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന കലാകാരനുമായിട്ടുള്ള ശ്രീ പ്രേംകുമാർ, ഈ പുരസ്കാര സമർപ്പണം നടത്തി ഇവിടെ സംസാരിച്ച ബഹുമാന്യനായ ശ്രീ M ദേവിദാസ്, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനും കൊച്ചിലെ മുതൽ ഞാൻ നോക്കിക്കണ്ട സൂര്യനുമായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ അച്യുത് ശങ്കർ, ഞാൻ ആദ്യമായി
ദേവരായ മാസ്റ്ററെ കാണുന്ന ആ ദിവസത്തിൽ അവിടെ ദേവരായ മാസ്റ്ററുടെ സ്നേഹത്തിന് പാത്രമായി നിൽക്കുന്ന രണ്ടുപേർ, വേദിയിലുള്ള ശ്രീ കൊല്ലം മധു എന്ന മധു ചേട്ടനും അതുപോലെ തന്നെ വേദിയുടെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇളങ്കോ ചേട്ടനും, സ്വാഗത പ്രസംഗികൻ ശ്രീ മാങ്കുളം രാജേഷ്, അധ്യക്ഷൻ ശ്രീ എസ് മണിക്കുട്ടൻ, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, വേദിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പാട്ട് വെറും പാട്ടല്ല, അത് അനുഭവമാണ്. അപ്പോൾ സംഗീതം അനുഭവമാക്കിയ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു ഗുരുനാഥൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. പല പല ഓർമ്മകൾ ഇങ്ങനെ ഓടി എത്തുന്നുണ്ട്. ഇതുപോലെ ഒരിക്കൽ ഞാൻ ചോദിച്ചു, സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാര പദമാടും യാമം മദാരസയാമം. അപ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു, സംഗമം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, നായകനും നായികയും രണ്ടുപേരുടെ സംഗമമാണ്. പക്ഷെ അവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ. പക്ഷെ ത്രിവേണി സംഗമം എന്നെങ്ങനെ വന്നു? ആ സിനിമയുടെ പേരും ത്രിവേണി എന്നാണ്. ഇത് എത്രയോ പ്രാവശ്യം എനിക്ക് പാട്ട് കേട്ടിട്ടും എനിക്ക് ഈ സംശയം മാറുന്നില്ല. ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഉത്തരം പറയാൻ പറ്റും? നമ്മുടെ അതാണ് പ്രതിഭകൾ എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചകൾ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത തരത്തിൽ പല കാഴ്ചകളെ ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന് അത് കാലത്തിന് അപ്പുറം ജീവിപ്പിക്കുന്ന വലിയ വലിയ പ്രതിഭകൾ ഉണ്ടായിട്ടുള്ള ഈ നാട്ടിൽ എൻ്റെ ഗുരുനാഥൻ അങ്ങനെ മരണമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും പുനർജനിക്കുന്നു. അത് മനോജ് ടി യാദവ്, കുമാരി ശ്രുതി സാന്ദ്ര, പ്രൊഫസർ ചിറക്കര സലീം കുമാർ, നമസ്തേ, ശ്രീ ബിജു ശാരംഗപാണി, ശ്രീ സുനിൽ കുമാർ, ഡോക്ടർ ദീപക് ബാബു, കുമാരി ശ്രീ ഭദ്ര, അതുപോലെ എൻ്റെ ചേട്ടൻ ശ്രീ ഇളങ്കോ ചേട്ടൻ, എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഈ അവസരത്തിൽ ഒന്നുകൂടി പറയുന്നു. അതുപോലെ ദേവരാജ സംഗീത സഭ നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കുള്ള ഒരു വലിയ നമസ്കാരം കൂടി ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. എനിക്ക് അങ്ങോട്ട് നിന്നതുകൊണ്ടല്ല, ഇത്രയും വർഷവും ഒരു ധ്യാനനിരതം എന്നോണം ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതും എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ അതിനെ പ്യുവറായിട്ട് ശുദ്ധമായ രീതിയിൽ വേറെ ഒരു അജണ്ടയും ഇല്ലാതെ സംഗീത സത്യമായി തന്നെ ഈ സംഗീത സഭ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഏതൊരു സമയത്തും ഏതൊരു രീതിയിലും എനിക്ക് ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ടാവും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. എൻ്റെ ഈ ഒരു സംഭാഷണം കുറച്ച് നീണ്ടുപോയി എന്നുള്ളത് എനിക്കറിയാം, ക്ഷമിക്കണം. മാസ്റ്ററെ പറ്റി പറയുമ്പോൾ ഒരു 5-6 ദിവസം ഒന്നിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ മാഷ് പറയും, നീ സംസാരിക്കുകയല്ല, നീ സംഗീതം ചെയ്യണമെന്ന്. അപ്പോൾ ഇനിയും എൻ്റെ സംഗീതം എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. നമസ്കാരം. നന്ദി ശ്രീ എം ജയചന്ദ്രൻ. ഇപ്പോൾ ബഹുമാനായ കളക്ടർ എൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഫോർക്കൂസ് എന്ന് പറയുന്ന സാഹിത്യ ഉത്സവത്തിൽ വെച്ചിട്ട് മനോരമ ബുക്സാണ് ഇത് റിലീസായിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരു കോപ്പി തരണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരൊറ്റ കോപ്പിയേ ഉള്ളൂ, ക്ഷമിക്കണം. ഇതാണ് ആ പുസ്തകം. അതിൻ്റെ പേര് സ്മൃതികൾ ചിറകിലേറിയുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആയിട്ടൊന്നും എടുക്കരുത്, ഞാനിവിടെ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടത് ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഒരു കോപ്പി എനിക്ക് ദേവരാജ സംഗീത സഭയ്ക്ക് സമർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാനിത് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ മണിക്കുട്ടനും നമ്മളും രാജേഷും എല്ലാം ഇങ്ങോട്ട് വരികയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
കൈയോടുകൂടി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ സാറിനെയും ക്ഷണിക്കുന്നു. മഹാകവി കെ.സി. കേശവപിള്ളയുടെയും പി. കേശവനാശാന്റെയും ദേവരാജൻ മാസ്റ്ററിന്റെയും നാട്ടിൽ നിന്ന് മറ്റൊരു അതുല്യ പ്രതിഭ കുമാരി ശ്രുതി സാന്ദ്ര. വേൾഡ് ഓഫ് വിസിലേഴ്സിന്റെ വിസിലിംഗ് മത്സരത്തിൽ തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കലാകാരി. അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിലും മഴവിൽ മനോരമയിലെ കിടിലം എന്ന പ്രോഗ്രാമിലൂടെയും പരവൂരിന്റെ പേര് അടയാളപ്പെടുത്തിയ കൊച്ചു കലാകാരിയായ കുമാരി ശ്രുതി സാന്ദ്രയെ നിറഞ്ഞ കയ്യടിയോടുകൂടി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി പ്രേംകുമാർ സാറിനെയും ക്ഷണിക്കുന്നു. ബി. സാംബശിവന് ശേഷം കഥാപ്രസംഗ കലയെ ജനകീയമാക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ചാത്തന്നൂരിന്റെ അഭിമാനം ശ്രീ ചിറക്കര സലീം കുമാർ. കേരളത്തിലെ ക്ഷേത്ര ഉത്സവ വേദികളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം. കേരള സംഗീത നാടക അക്കാദമി അംഗവും കഥാപ്രസംഗ കലയെ തന്റെ ജീവോച്ഛ്വാസം പോലെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച അതുല്യ കലാകാരനെ പ്രൗഢമായ ഈ വേദിയിലേക്ക് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ സാറിനെ ക്ഷണിക്കുന്നു. പരവൂർ സംഗീത സഭയോടൊപ്പം കഴിഞ്ഞ 2 വർഷമായി ചേർന്ന് നിൽക്കുന്ന ഗായകനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ആരോഗ്യം മാത്രമല്ല സുന്ദരമായ പുഞ്ചിരിയും സംരക്ഷിക്കാൻ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് ഈ വേദിയിൽ ആദരിക്കുന്നു. ഡോക്ടർ ദീപക് ബാബു. ശ്രീഭദ്രയെ
സംഗീതം കൊണ്ട് മാന്ത്രികത സൃഷ്ടിച്ച ദേവരാജൻ മാസ്റ്ററുടെ പുരസ്കാര വേദിയിലേക്ക് സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസ് സാറിനെ ക്ഷണിക്കുന്നു. കളക്ടർ ദേവിദാസ് സാറിനെ ക്ഷണിക്കുന്നു. അക്ഷരനഗരിയുടെ മകളായി പിറന്ന് സംഗീത ലോകത്ത് വിസ്മയമയ മാറിയ കോട്ടയം ആലിസ് വാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ജില്ലാ കളക്ടർ ദേവിദാസ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് സാറിനെ ആദരിക്കുന്നതിനായി പരവൂർ സംഗീത സഭാ സെക്രട്ടറി ശ്രീ മാങ്കുളം രാജേഷ് അവറുകളെ ക്ഷണിക്കുന്നു. CDIT മുൻ ഡയറക്ടർ ഡോക്ടർ അശോക് നിങ്ങൾ നൽകിയ ഈ സ്നേഹം, ഈ ഇഷ്ടം, അത് മറ്റൊരവസരത്തിൽ ഞാൻ അവിടെയോ അതുപോലുള്ള ഏതെങ്കിലും ഇടങ്ങളിലോ പോകുമ്പോൾ ആ വലിയ മനുഷ്യരെ ആദരിക്കാൻ ഉപയോഗിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണത്തിനായി CDIT മുൻ ഡയറക്ടർ ഡോക്ടർ അച്യുത് ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരും, ഇതൊരു ചർച്ചാ വിഷയമായതുകൊണ്ട് ഞാനിത് വളരെ ആസ്വദിക്കുന്നതാണ്, ഇത് തോളിലിട്ട് സംസാരിക്കുന്നത്. രണ്ടാമത് ഞാനും ഇത് പുനരുപയോഗിക്കാൻ, ഇത് കുഞ്ഞുമോൾക്കൊരു ചെറിയ പാവാടയായിട്ട് ഇത് സാറിനെ പിന്നീട് മാറ്റും, ഉപയോഗിക്കും എന്ന് വാക്ക് തന്നുകൊണ്ട് മാത്രം ഞാനിത് അണിയുന്നു. സംഗീതം പരമമായ സുഖമാണ്, സ്വാസ്ഥ്യമാണ്, ആനന്ദമാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട് 6 സുഖങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതലും കാണാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൂടുതൽ പറയാമായിരിക്കും. വളരെ ദിവ്യമായിട്ടുള്ള അനുഭൂതി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ശ്രീ എം ജയചന്ദ്രൻ എന്ന് ഞാനിവിടെ പറയുന്നത്. നമ്മൾ സംഗീതത്തിനെ നമ്മളെല്ലാവരും ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പാട്ടിന്റെ ശക്തി ഇതൊക്കെ തരത്തിൽ നമുക്ക് ശക്തി പറയാനായിട്ട് സാധിക്കും. പാട്ടിന്റെ 2-3 ഘടകങ്ങളുണ്ട്, നമുക്കറിയാം. അത് ഈണമുണ്ട്, അതിന്റെ താളമുണ്ട്, അതിനകത്ത് ചേർക്കുന്ന സാഹിത്യമുണ്ട്. ഇത് 3 നമ്മുടെ കാപ്പി ഇടുന്നത് പോലെ, കട്ടൻ കാപ്പി, അതിൽ പാലൊഴിക്കുന്നു, പഞ്ചസാര, ഈ 3 സ്വാധീനം ചെലുത്താൻ സാധിക്കും. വളരെയധികം ഇപ്പൊ പഠിക്കുന്നതല്ല, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പഠിക്കാനായിട്ട് ഭാരതീയ പാരമ്പര്യത്തിന്റെ വലിയൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, ഭാരതീയ പാരമ്പര്യത്തിൽ വളരെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ, അവർ പറഞ്ഞ കാര്യമെല്ലാം എപ്പോഴും ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ കാലഘട്ടത്തിൽ അവർ വളരെ
വലിയ ഔന്നത്യം വഹിച്ച ആൾക്കാർ, തരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ, ആര്യഭടൻ, ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ശാസ്ത്രജ്ഞരായിരുന്നെങ്കിൽ ഇവർ കവിതയിലൂടെയാണ് ശാസ്ത്രം പഠിക്കുന്നത്. ലോകപരിസരത്ത് അങ്ങനെയില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും ശാസ്ത്രപ്രവർത്തനത്തിന് പോകാത്തത് ചിലപ്പോൾ പറയേണ്ടി വരും. സ്വാതിയെ പറ്റി, സ്വാതി തിരുനാളിനെ പറ്റി ഗവേഷണം ചെയ്തിട്ടുള്ള അധികം പേരെ ഞാൻ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 35 വർഷങ്ങൾ സ്വാതിയുടെ കൂടെ തന്നെ അദ്ദേഹം ജീവിച്ചിട്ട് സ്വാതിയെക്കുറിച്ച് പുസ്തകം എഴുതിയാണെന്നുള്ളതാണ്. അപ്പോൾ എന്നെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും അച്ചുചേട്ടനെ പറ്റി ഈ പറഞ്ഞ പോലെ കുറേ അധികം എനിക്ക് പറയാനുണ്ട്. ക്ഷമിക്കണം, ഈ സംഭാഷണത്തിനിടയിൽ ഞാൻ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതിന് സോറി. പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA LLB കരസ്ഥമാക്കിയ അവാർഡ് നൽകുന്നതിനായി ശ്രീ അച്യുത് ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി അഞ്ജലി B നായർ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ബോട്ടണിയിൽ 8ാമത് റാങ്ക് നേടിയ പരവൂർ സംഗീത സഭ അംഗം. അടുത്തതായി ഹൃദയ സുഗതൻ, CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മിടുക്കി. അവാർഡ് നൽകുന്നതിനായി അച്യുത് ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഐശ്വര്യ ദിലീപ്, 2023-24 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മിടുക്കി. അടുത്തതായി MR ഹരിനാരായണൻ, 2023-24 വർഷത്തിൽ CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മിടുക്കൻ. അടുത്തതായി കലോത്സവ ജേതാക്കൾക്കുള്ള അവാർഡാണ്. ആദ്യമായി സാഫല്യ ജോസ്, കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ മിടുക്കി. സാഫല്യ ജോസ്. അടുത്തതായി ശിവരഞ്ജിനി J, സബ് ജില്ലാ കലോത്സവത്തിൽ ഫോക്ക് ഡാൻസിൽ ഫസ്റ്റ് A ഗ്രേഡ് ആൻഡ് ഭരതനാട്യത്തിൽ ആൻഡ് കുച്ചിപ്പുടിയിലും തേർഡ് A ഗ്രേഡ് നേടിയ മിടുക്കി. അടുത്തതായി കൃഷ്ണപ്രിയ, 2024 പാലക്കാട് നടന്ന CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ ഭരതനാട്യത്തിനും റെസിറ്റേഷനും A ഗ്രേഡ് നേടിയ മിടുക്കി. അടുത്തതായി ശിവപ്രിയ, 2023 സബ് ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ A ഗ്രേഡും അടുത്തതായി സ്വാതി സുമേഷ്, 2023 ജില്ലാ കലോത്സവത്തിൽ കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും A ഗ്രേഡ് നേടിയ മിടുക്കി. അടുത്തതായി തീർത്ഥ A, 2023 സബ് ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ A ഗ്രേഡും നാടോടി നൃത്തത്തിൽ 2ാം സ്ഥാനവും A ഗ്രേഡും നേടിയ മിടുക്കി. അടുത്തതായി തീർത്ഥശ്രീ, 2023 സബ് ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ 1ാം സ്ഥാനവും A ഗ്രേഡും നേടി. അടുത്തതായി ഹരൺ S, CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ മലയാളം റെസിറ്റേഷനും ക്ലാസിക്കൽ മ്യൂസിക്കിലും ഇംഗ്ലീഷ് സ്കിറ്റിലും A ഗ്രേഡ് നേടിയ മിടുക്കൻ. ബഹുമാന്യരെ, ആശംസാ പ്രസംഗം ദീർഘിപ്പിക്കാൻ പറ്റുന്നതാണ്. എനിക്കത് എൻ്റെ ക്ഷമയെ പരിശോധിക്കുന്നതിന് തുല്യമാണ്. ഞാൻ എനിക്ക് ആദ്യമായി ആശംസിക്കേണ്ടത് പരവൂർ
ജി ദേവരെ മാസ്റ്ററുടെ സംഗീത സഭയാണ് എനിക്ക് ഓർക്കുന്ന ഈ പരവൂരുകാരെയും ഈ വേദിയിലെ ജയചന്ദ്രനെയും ഇളങ്കോയും ഒക്കെ എനിക്കറിയാം. അതിന് ചെറിയൊരു കാര്യം പറയും. ഒരിക്കൽ ജയചന്ദ്രൻ മാസ്റ്റർ ചെയ്തൊരു സംശയം ചോദിക്കാൻ വന്നത്, ജയചന്ദ്രൻ ഓർക്കണമെന്ന് അറിയില്ല. അപ്പം കറുത്ത ചക്രവാളം മതിലുകൾ ചൂഴും അന്ന് ഹമ്മിങ് പാടാൻ പറഞ്ഞു. അപ്പം ഹമ്മിങ് മാസ്റ്റർ മറന്നുപോയി. അവൻ പറഞ്ഞു, ഇവിടെ ഒരുത്തനുണ്ട്, അവൻ പാടിയാൽ വാലും തുമ്പൊന്നും കിട്ടത്തില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടൊന്ന് പാടിച്ച്. അപ്പം എന്നെ ഹമ്മിങ് പാടി രണ്ടുപേരും ഭയങ്കര ചിരിയായിരുന്നു. അതൊന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗീത സഭ എല്ലാ വർഷവും വ്യത്യസ്തങ്ങളായ മാസ്റ്ററിൻ്റെ സംഗീത സംബന്ധിയ ആൾക്കാരെ വിളിച്ച് ആദരവ് കൊടുക്കുന്നുണ്ട്. അത് പലവൂരുകാർക്കും ഒരു സന്തോഷമാണ്. കാരണം ഒരുപാട് പേരെ കാണാൻ പറ്റുന്ന ഒരു വേദി സംഗീത സഭ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഈ വേദി ഒരുക്കുന്നതിലും മാസ്റ്റർ ഓർക്കാനും വൈദഗ്ധ്യമുള്ള ആൾക്കാരെ വിളിച്ച് ആദരിക്കുന്നതിലും നല്ല ഗാനമേള നടത്തുന്നതിലും അതുപോലെ പല പരിപാടികൾ നടത്തുന്നതിലും ഈ സംഗീത സഭ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. അങ്ങനെ മാസ്റ്ററിൻ്റെ പേരിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ മധു സാറിനെ ആദരിക്കുന്നത് ആശംസാ പ്രസംഗത്തിനായി മുനിസിപ്പൽ കൗൺസിലർ ശ്രീ എസ് ശ്രീലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ആദരിക്കപ്പെട്ട പ്രതിഭകളെ, പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ഒരു സംസാരം വേണ്ട. നമ്മുടെ ജില്ലാ ഭരണ മേധാവിയടക്കം മണിക്കൂറുകളടക്കം ഇവിടെ അക്ഷമരായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുത്തവരെ ഒറ്റ വാക്കിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത. എല്ലാവർക്കും നമസ്കാരം. ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയുടെ 7ാമത് വാർഷികവും 5ാമത് പുരസ്കാര സമർപ്പണവും അതിനോടൊപ്പം ദേവരാജൻ മാസ്റ്റർ പിന്നിട്ട വഴികളിലൂടെയുള്ളൊരു ഫോട്ടോ പ്രദർശനമാണ് ഇന്ന് ഈ ദിവസം പരവൂർ സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ചടങ്ങുകളിലെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് വിശിഷ്ട വ്യക്തികളെ പോലെ തന്നെ പരവൂരിൻ്റെ മണ്ണിൽ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ച എല്ലാ കാണികളെയും ആദ്യം തന്നെ നന്ദി പറയുന്നു.
ആചാര്യർക്കും എൻ്റെ സാദര നമസ്കാരം. ദേവരാജമാഷിൻ്റെ പാട്ടുകളും ജീവിതവും ആത്മാവും ഒക്കെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ പരവൂരിൻ്റെ മണ്ണിൽ അദ്ദേഹത്തോടൊപ്പം ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചിട്ടുള്ള നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാൻ കഴിയുന്നത് വളരെയേറെ ഭാഗ്യം ഞാൻ തോന്നുന്നു. ഈ പരവൂർ ദേവരാജ സംഗീത സഭയുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷം. അതിനേക്കാളുപരി എന്നെ ഉപകാരം